ഹേ ഫ്രണ്ട്സ്, വെൽക്കം ടു കുക്സാപ്പ്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കേരള സ്റ്റൈൽ കടച്ചക്ക കറി ആയിട്ടാട്ടോ. അപ്പോൾ കടച്ചക്ക കറി എൻ്റെ അച്ഛൻ്റെ സ്പെഷ്യലാണത്. അച്ഛൻ സ്പെഷ്യൽ കടച്ചക്ക കറിയാണ്. അപ്പോൾ ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ, നമ്മളൊരു പാത്രത്തിൽ കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാൻ പോവുക. കാരണം നമ്മുടെ കടച്ചക്ക കുറച്ച് നേരം ഫ്രഷ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ചെയ്യണേ. അപ്പോൾ അതിൽ കുറച്ച് ഉപ്പിട്ടിട്ട് ഞാൻ ഇളക്കി കൊടുക്കുകയാണ്. വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി ഇട്ട് വെക്കാം കേട്ടോ, അതും ഒരു വഴിയാണ്. പിന്നെ ഞാൻ ഒരു 1/4 കിലോൻ്റെ കടച്ചക്ക എടുത്തിട്ട് അതിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. എന്നാൽ ഒരു പകുതി എടുത്തിട്ട് ഞാൻ അതിനെ 2 കഷ്ണമാക്കി നുറുക്കിയിട്ട് ഞാൻ എന്താ അങ്ങനെ തോല് കളയാൻ പോവാം കേട്ടോ. തോല് ഞാൻ കളയാൻ പോവാണ്. തോല് ബാക്ക് ഭാഗവും ഫ്രണ്ടിലത്തെ ഇതും കളഞ്ഞിട്ട് ഞാനിനി അതിനെ ക്യൂബുകളാക്കി എടുക്കാൻ പോവാണ്. ഞാൻ കാണിച്ചു തരാം, കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഇങ്ങനെ ആക്കിയിട്ട് ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു 10-15 ചെറിയുള്ളി ഉണ്ടല്ലോ, അത് ഞാനിങ്ങനെ നൈസായിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 2 തണ്ട് കരിവേപ്പില, പിന്നെ ഒരു ഇഞ്ച് കഷ്ണം ഇഞ്ചി, ഒരു നുള്ള് ജീരകവും അതേപോലെ തന്നെ ഒരു നുള്ള് പെരുംജീരകവും. പിന്നെ നമ്മൾ വറുത്തരച്ച കറിയാണല്ലോ ഉണ്ടാക്കണം, അതുകൊണ്ട് ഒരു 6 ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതല്ലാതെ നമുക്ക് ആവശ്യമുള്ളത് 3 ടേബിൾ സ്പൂൺ മല്ലിയാണ് കേട്ടോ. ഫ്രഷ് ആയിട്ടുള്ള മല്ലി, നമ്മൾ മല്ലിപ്പൊടി അല്ല ഉപയോഗിക്കണേ. എൻ്റെ അച്ഛൻ്റെ നാട്ടിലൊക്കെ ഫ്രഷ് മല്ലി ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാറില്ല കേട്ടോ. അതുകൊണ്ടാണ്. ഒരു ചീനച്ചട്ടിയിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അതിലേക്ക് ആദ്യം ചേർത്ത് കൊടുക്കാൻ പോണത് നമ്മുടെ പെരുംജീരകവും ജീരകവുമാണ് കേട്ടോ. എന്നിട്ട് അതിലേക്ക് അടുത്തത് നമ്മൾ ചേർക്കാൻ പോണത് നമ്മുടെ മല്ലിയാണ്. എന്നിട്ട് ഫ്ലെയിം ലോ ആക്കി വെക്കുക കേട്ടോ. ഫ്രഷ് ആയിട്ടുള്ള മല്ലി ചേർക്കുമ്പോഴുള്ള ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും. കാരണം അതാണ് നല്ല ടേസ്റ്റ് വരും. നാടൻ കറികൾക്കൊക്കെ ഫ്രഷ് ആയിട്ടുള്ള മല്ലി എടുക്കണം നല്ലത്. ഇനി ഞാൻ അടുത്തത് എൻ്റെ തേങ്ങ ചേർത്ത് കൊടുക്കാൻ പോവാണ്. വീട്ടിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും അച്ഛനാണ് ഇങ്ങനത്തെ നാടൻ കറികളൊക്കെ വെക്കണ ഇഷ്ടം. കാരണം ഇതേ ബേസ് വെച്ച് തന്നെ നമുക്ക് കപ്പയും ഉണ്ടാക്കാം. അപ്പോൾ ഈ കടച്ചക്ക അല്ലെങ്കിൽ ഈ കപ്പക്കറിയൊക്കെ അച്ഛ വെക്കണതാണ് ടേസ്റ്റ് വരാറുള്ളത്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാൻ പോവാണ്. കൂടുതൽ ചേർക്കണ്ട, ആവശ്യത്തിന് ചേർത്താൽ മതി. ഇനി അടുത്തതായിട്ട് നമ്മളിതിലേക്ക് ചേർക്കാൻ പോണത് ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടിയാണ്. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കാൻ പോണത് നമ്മുടെ ചെറിയുള്ളിയുടെ പകുതി ഭാഗം, നമ്മൾ എത്ര ചെറിയുള്ളി എടുത്തോ അതിൻ്റെ പകുതി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോവാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കാൻ പോണത് ഒരു തണ്ട് കരിവേപ്പില. നന്നായി ഒന്ന് വറുത്തെടുത്തതിന് ശേഷം നമ്മുടെ ഇതിലേക്ക് നമ്മുടെ ഇഞ്ചി കഷ്ണം ചേർത്ത് കൊടുക്കാൻ പോവാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ മുളക് പൊടിക്ക് പകരം ചുവന്ന മുളകും ചേർത്ത് കൊടുക്കുക. ഒരു 2 to 3 ചുവന്ന മുളക് വരെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ തേങ്ങയ്ക്ക് ഏകദേശം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് എടുത്ത് മാറ്റി വയ്ക്കാം, എന്നിട്ട് കൂൾ ചെയ്യാൻ വയ്ക്കാം. ഇനി ഒരു പ്രഷർ കുക്കറിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ എൻ്റെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ചെറിയുള്ളി ഉണ്ടല്ലോ, നുറുക്കി വെച്ചത് അത് ചേർത്ത് കൊടുക്കാൻ പോവാണ്. ചെറിയുള്ളിയാണ് കേട്ടോ ഈ റെസിപ്പിക്ക് ടേസ്റ്റ് ഉണ്ടാവുക. പരമാവധി വലിയുള്ളി അല്ലെങ്കിൽ സബോള ആഡ് ചെയ്യാതിരിക്കുക. ഈ തട്ടുകട റെസിപ്പി അതേപോലെ തന്നെ നാടൻ റെസിപ്പീസിനൊക്കെ ചെറിയുള്ളിയാണ് ടേസ്റ്റ്. ഇനി ഞാൻ നമ്മുടെ തേങ്ങ മിക്സ് ഉണ്ടല്ലോ നമ്മൾ വറുത്തത്, അത് ഞാനിങ്ങനെ പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. അച്ഛ പറയാറുള്ളത് ഇങ്ങനെ നാടൻ കറികൾക്കൊക്കെ ഇങ്ങനെ നല്ലോണം സ്മൂത്ത് ആയിട്ടുള്ള പേസ്റ്റ് ആക്കി എടുക്കാതെ കുറച്ചിങ്ങനെ കോസായിട്ടുള്ള പേസ്റ്റ് ആക്കി എടുക്കണം നല്ലത് പറയാറുണ്ട്. പച്ചയ്ക്ക് ഇങ്ങനെ ഇഷ്ടം. അപ്പം ഞാൻ ഇങ്ങനെയാണ് അരച്ചെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് സ്മൂത്ത് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ അരച്ചെടുക്കാം. നമ്മുടെ ചെറിയുള്ളിയൊക്കെ ഒന്ന് ലൈറ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് നമ്മുടെ മിക്സ് ചേർത്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ചേർത്ത് കൊടുക്കുന്നതിന് മുന്നേ നമ്മുടെ ഫ്ലെയിം ഒന്ന് റെഡ്യൂസ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ തേങ്ങാ മിക്സ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മെല്ലെ ഇളക്കിയെടുക്കുക.
ഒരു 2 മിനിറ്റ് ഇളക്കിയെടുക്കണം. നമ്മളിപ്പോൾ കുറച്ച് മുളക് പൊടിയല്ലേ ചേർത്തുള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. നാടൻ കറികളിൽ പൊതുവേ കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് മുളക് പൊടിയും ചേർക്കും. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഇതെല്ലാം നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ നമ്മുടെ കൂട്ടാൻ ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാൻ പോവാണ്. ഈ 250 മില്ലിയുടെ 2 കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. എങ്ങനെയാണ് അളവ് നോക്കുക വെച്ചാൽ നമ്മുടെ ചക്കയുടെ കുറച്ച് ഒരു 2 സെൻറ്റിമീറ്റർ മേലെ വരെ വെള്ളം പൊങ്ങിക്കിടക്കണം. അപ്പോഴാണ് വിസിൽ വെച്ചാൽ കറക്റ്റായിട്ട് വരിക. അതല്ലെങ്കിൽ നമ്മുടെ ഗ്യാസ്കറ്റ് അതൊക്കെ കേടുവരും. അതേപോലെ തന്നെ നമ്മുടെ വിസിലിൻ്റെ സേഫ്റ്റി വാൾവ് പോവും. അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിന് പകരം ഇതാ ചെയ്യേണ്ടത്, എപ്പോഴും ശ്രദ്ധിക്കുക, എന്ത് സാധനം വേവിക്കാൻ വയ്ക്കുമ്പോൾ ഒരു 2 സെൻറ്റിമീറ്റർ മേലെ വരെ വെള്ളം ഉണ്ടാവണം. ഇനി നമ്മൾ ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒരു 2 to 3 വിസിൽ വരുത്തണം. കൂടുതൽ വിസിൽ വരുത്തേണ്ട ആവശ്യമില്ല, കാരണം നമ്മുടെ ചക്ക ഭയങ്കര കുഴഞ്ഞു പോവും. അപ്പോൾ അത് പൊതുവേ ആവശ്യത്തിന് വേവുള്ള സാധനമാണല്ലോ. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് 2 വിസിൽ. നിങ്ങൾക്ക് കുറച്ചും കൂടെ നന്നായിട്ട് കുക്കായിട്ട് കിട്ടണമെങ്കിൽ 3 വിസിൽ വരെ വെച്ചോളൂ. അതിൻ്റെ കൂടുതൽ വെക്കാൻ നിൽക്കരുത്. നമ്മുടെ പ്രഷറൊക്കെ ഇറങ്ങിയതിന് ശേഷം ഞാൻ നമ്മുടെ കടുക് പൊട്ടിച്ചെടുക്കാൻ പോവാണ്. കടുകിട്ടു. പിന്നെ നമ്മുടെ ചുവന്ന മുളക്, അതേപോലെ തന്നെ കരിവേപ്പില. നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്ക് കുറച്ച് വേണമെങ്കിൽ നമ്മുടെ തേങ്ങ മുറിച്ചിട്ടതും ഇടാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ഇടാത്തത്. നന്നായി ഒന്ന് ഇളക്കിയിട്ട് ഒക്കെ ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ച് വെക്കാം, അതിൻ്റെ എസൻസ് നമ്മുടെ കറിയിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. ഈ കറി വേണമെങ്കിൽ ചോറിൻ്റെ കൂടെ കഴിക്കാം, ആപ്പത്തിൻ്റെ കൂടെ കഴിക്കാം, ദോശയുടെ കൂടെ കഴിക്കാം, ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം. നല്ല ടേസ്റ്റുള്ള കറിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. നന്നായിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ താഴത്തെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്